ജസ്റ്റ് അന്ന് ഇവിടെ വരുമ്പോൾ കാണുന്നു ഇപ്പൊ നമ്മൾ ഡിഫറൻസ് എന്താണ്? അന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല, കംപ്ലീറ്റ് ചെളിയാണ് മണ്ണും. ഞാൻ ആദ്യം ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ വിചാരിക്കുന്നത് ചെറിയ ചളിയാണ്. അങ്ങനെ താണ്ടി 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 എടുത്തുമ്പോൾ ചളി ഏകദേശം അരക്കുണ്ട്. നിങ്ങളന്ന് വന്നേക്കാണ് നമ്മൾ അതിനുശേഷം ഞാൻ പിറ്റേ ദിവസമാണ് വരുന്നത്. വരുമ്പോൾ പോലീസ് കംപ്ലീറ്റ് വഴി തടഞ്ഞിരുന്നു. ഇവിടെ വരെ വന്നു ചൂരന്മല അങ്ങാടി തെറ്റ ഞങ്ങൾ വണ്ടി വന്നത്. അപ്പോൾ പോലീസ് വേലി കെട്ടിയില്ല, അവിടെ തെറ്റ ഞങ്ങൾ വണ്ടി ഫ്രീ ആയിട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ വരുന്നത്. വന്ന് ഞാൻ ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു പാലം മാത്രമേ പോയിട്ടുള്ളൂ. പിന്നാണ് ഇത് ബിൽഡിങ്ങിൻ്റെ ബാക്ക് പോയിട്ട് സ്കൂളിൻ്റെ ബാക്ക് പോകുമ്പം അവിടുന്ന് കണ്ട കാഴ്ചകളാണ് ഞാൻ അന്ന് റിപ്പീറ്റ് ചെയ്താണ്. ചെറിയ കുട്ടികളൊക്കെ ജീവനോടെ കൊണ്ടുവരുന്നു, പിന്നെ ജീവനില്ലാണ്ട് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ പിന്നെ അങ്ങോട്ട് കാണുകയാണ്. കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് ഇതിനപ്പുറത്തൊരു വലിയ സംഗതി ഉണ്ടെന്ന് ആദ്യം ആലോചിച്ചിട്ടേ ഇല്ല, കാണുന്നില്ല. നമ്മൾ വരുമ്പോൾ ഒരു ഇരുട്ടാണല്ലോ, രാവിലെ ഒരു 6:30 സമയത്താണ് വരുന്നത്. അപ്പം നമ്മൾ കാണുന്ന വെച്ചാൽ വലിയൊരു കോടുണ്ട്. ആ കോടൻ്റെ സമയത്ത് നമ്മൾ കാണുന്ന മുന്നിൽ കാണുന്ന കുറച്ച് ചളികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വെളിച്ചം വെച്ച് വരുമ്പോഴുള്ള നമ്മളിതിൻ്റെ ഭീകരത മനസ്സിലാകും. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. പോയി നമ്മളാദ്യം ചൂരൽമല വന്ന്, പിന്നെ മുണ്ടക്കയം പോയി, പിന്നെ പുഞ്ചിരിമറ്റം ആ തലക്കൽ പോയി, പിന്നെ നമ്മളെ മനസ്സൊക്കെ അങ്ങ് മരവിച്ച് പോവുക. ഭയങ്കര അന്ന് കണ്ട കാഴ്ച ഇനി ഒരിക്കലും കാണാൻ സാധിക്കല്ലേ എന്നാണ് ഇപ്പോഴൊരു ഇത്. ജേർണലിസ്റ്റുകൾ മാത്രമല്ല, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇത്രയും പേര് ഒറ്റയടിക്ക് മണിക്കൂറുകൾ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോക്ക് വളരെ അതിൽ നിന്ന് അവിടെ നമ്മൾ പിന്നെ സ്വാഭാവികം നമ്മളൊരു പ്രൊഫഷണൽ നിലയിൽ വീണ്ടും അതിന് പിന്നാലെ ആ ദൃശ്യങ്ങൾ ഗ്രാവിറ്റി ആദ്യം മനസ്സിലാക്കാൻ ഒരു ടൈം എടുത്തു അല്ലേ? എല്ലാവർക്കും, കാരണം ആർക്കും അറിയില്ലല്ലോ. അവിടെ കടന്ന് വിളിച്ച് പറഞ്ഞ് ജനങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം ആൾ പോയി, എത്രത്തോളം അടിയിൽ പോയി എന്നുള്ള കാര്യം. പിന്നീട് ആക്സസ് പോയി, പിന്നെ അറിയില്ല. ജിഷ്ണു ആ സമയത്ത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ക്യാമറാമാനാണ്. ജിഷ്ണുവിന്റെ എക്സ്പീരിയൻസ് എന്താണ്? എൻ്റെ വീട് ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരെയാണ്, വാഴറ്റ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ മലപ്പുറം ബ്യൂറോയിലാണെന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോള് വന്നു ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടുത്തെ ഈ ഫസ്റ്റ് മൊബൈൽ വിഷ്വലൊക്കെയാണ് കാണുന്നത്. ഈ ചൂരൽമല വരെ ചെളി എത്തി എന്നുള്ള സാധനമാണ് കാണുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഓർക്കായിരുന്നു, കാരണം ഞാൻ ഇതിൻ്റെ മുണ്ടക്കൈ പോയിട്ടുണ്ട്, പുഞ്ചിരിമട്ടവും പോയിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു വാട്ടർഫാളും ഉണ്ട്. അവിടെ വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് ആ വിഷ്വൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്തി ഏകദേശം നമ്മുടെ മുട്ടോളം ചെളിയായിരുന്നു. ആ ചെളിയൊക്കെ അതൊക്കെ മറികടന്നിട്ടാണ് പിന്നീട് മുണ്ടക്കയും പുഞ്ചിരിമട്ടത്തൊക്കെ പോയത്. അവിടെ എത്തിയപ്പോൾ മുണ്ടക്കയൊക്കെ നേരത്തെ പോയി സന്ദർശിച്ചിട്ടുള്ള ആളാണ്, എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. പുഞ്ചിരിമട്ടത്തിൽ എനിക്ക് മുകളിലൊരു വാട്ടർഫാൾ ഉണ്ട്, അവിടെ വരെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വരുന്ന സ്ഥലമാണ്. സാധാരണ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട്, മനോഹരമായ സ്ഥലമായതുകൊണ്ട് ഇടയ്ക്ക് കാണാനും ചില്ലാനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആളുകൾ ഞാൻ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇവിടെ ആയിരിക്കും ദുരന്തം മുഴുവൻ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ്. പിന്നാണ് മുകൾ ഭാഗം കാണുന്നത്. ഇവിടെ ഉള്ള ആൾക്കാർ പോലും പറഞ്ഞു മുകളിൽ പൊട്ടിയ കാര്യം പിന്നീടാണ് അറിയുന്നതെന്ന്. അനുരൂപം അന്ന് പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഉണ്ടായിരുന്നു. അഞ്ജുവിന്റെ ഓർമ്മ എന്താണ്? ഞാൻ അവസാന നിമിഷങ്ങളാണ്, ആ തെരച്ചിൽ അവസാന നിമിഷങ്ങളാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ കാഴ്ചകൾ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്കിവിടെ അന്ന് ഈ സംഘടനകളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നിരുന്നു ഇവിടുന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുക, അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് വായ കഴുകി തുപ്പുക, ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം നമ്മൾ തുപ്പുന്നതും കൈ കഴിക്കുന്നതൊക്കെ ആരെങ്കിലും ശരീരത്തിലാണോ എന്നൊരവസ്ഥയിൽ. അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അന്ന് നമുക്കുണ്ടായത്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ കണ്ടു നിന്നുകൊണ്ട് അവസ്ഥയാണ്. ഇത് അനുഭവിച്ചവരുടെ, നേരിട്ട് അനുഭവിച്ചവർ ഇപ്പോഴും അവരുടെ, കാരണം ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയ ആൾക്കാരുണ്ട്, കുട്ടികൾ മാത്രം ബാക്കിയായവരുണ്ട് അവരുടെ. പക്ഷെ അന്നത്തെ രക്ഷാപ്രവർത്തന ദൗത്യ സംഘത്തെ കുറിച്ച് പ്രത്യേകം പറയണം. അന്ന് ഗവൺമെന്റ് മെക്കാനിസം ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആളുകൾ ഈ പറയുന്ന ബോഡി എടുക്കാൻ, ഒരു കൂട്ടം ആളുകൾ അതുകൊണ്ട് പോകാൻ, ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ, കുറെ ആളുകൾ വെള്ളം കൊടുക്കുന്നു, കുറച്ച് പേര് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ആരും നിർദ്ദേശം കൊടുക്കാതെ വിവിധ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, വിവിധ സ്കിൽ ഏരിയാസിൽ ഉള്ള ആൾക്കാർ പ്രവർത്തിക്കുന്ന കണ്ടാൽ ഞെട്ടിപ്പോയ സന്ദർഭം. തീർച്ചയായും നമുക്ക് ഏറ്റവും വലിയ ദുരന്തം എന്നോടൊപ്പം തന്നെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമായിരുന്നു അതല്ലേ? തീർച്ചയായും നമ്മൾ കണ്ടതിൽ ഓരോ മനുഷ്യരും ഇവിടെ ആയിട്ടൊരു ബന്ധമില്ലാത്ത എത്ര മനുഷ്യന്മാരാണ് ഇവിടേക്ക് ഓടി വരുന്നത്. അതിൽ തന്നെ ചുരത്തിന് താഴെ ആളുകളെ തടയുന്നുണ്ട്, രക്ഷാപ്രവർത്തനം ഇങ്ങോട്ട് വരരുത്, ഇത്രയും ആളുകൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആളുകൾ വരികയാണ്. നമ്മളിവിടെ കാണുന്ന സമയത്ത് ഇവിടേക്ക് ആളുകൾ എത്രമാത്രം മനുഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലായിട്ട് പരസ്പരം വാരിക്കൊടുക്കുന്നത് പോലും കണ്ടിട്ടുണ്ട്. അതായത് ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാതെ ഒരു ജീവൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ ജീവൻ എടുത്ത് രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തി. അതിനൊപ്പം തന്നെ മറ്റൊന്ന് പുത്തുമലയിലെ
മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്ന ഒരാളായത് ആ സംസ്കാര സമയത്ത് സംസ്കാര സമയത്ത് മണിക്കൂറുകളോളം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്കൊരു മൃതദേഹം നമുക്ക് എത്രത്തോളം കണ്ടു നിൽക്കാൻ പറ്റും? അങ്ങനെയുള്ള മൃതദേഹമാണോ ശരീരാവശിഷ്ടങ്ങൾ ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മൃതദേഹങ്ങളും എല്ലാം അടക്കം ചെയ്യുന്നത് അവരുടെ മനസ്സിനെ അത്രത്തോളം പഠിച്ച് പറയിപ്പിച്ച് അവർ അത്രത്തോളം ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? നമുക്ക് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ കേരളത്തിലല്ലാതെ ഈ ഒരു ചുറ്റുവട്ടത്തല്ലാതെ നമുക്ക് എവിടെയാ അത് കാണാൻ പറ്റേ? ഇങ്ങനെ ആളുകൾ ഓടിയെത്തുന്നതും ഇത്രമാത്രം അതിനകത്ത് അവർ പണം ചെലവഴിച്ചത് സ്വന്തം വണ്ടിയിൽ ഡീസൽ അടിച്ചിട്ട് ഇപ്പുറമായിട്ടും ലോറിയുമായിട്ടും മണ്ണുവാന്തിയായിട്ടും വന്ന ആൾക്കാർ, ജീപ്പ് ഡ്രൈവേഴ്സിന്റെ ആൾക്കാര്, JCB ഓഫർ ചെയ്ത ആൾക്കാര്, എന്തൊക്കെയാണോ അവരുടെ കടകളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഓഫർ ചെയ്ത ആൾക്കാര്. സാധനങ്ങൾ ആ സമയത്തൊക്കെ നമുക്ക് ആദ്യത്തെ ദിവസം നമുക്ക് ഫുഡിന് ബുദ്ധിമുട്ടുണ്ടായത്, കാരണം ഒന്നും എത്തിയിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഫുഡിനൊന്നും ഒരു പ്രശ്നമില്ല.